ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ലേറ്റായി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, അപ്പോഴത്തേക്കും ലോസായി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ എൻട്രി എടുത്തേ ഉള്ളൂ. നമ്മളുടെ എൻട്രി പോയിൻറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ ഓക്കെ, എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 62 പോയിൻ്റ് അടുത്ത് നിൽക്കും. നമ്മൾ ആ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിനെ മാർക്കറ്റ് താഴത്ത് ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. ഒരു 54,600 പുട്ട് ഓപ്ഷനാണ്, 175 ക്വാണ്ടിറ്റി. ഇത് ഇച്ചിരിയും കൂടെ നമുക്കൊരു ഒരു 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 നല്ലൊരു ട്രേഡായിട്ട് തോന്നി, നല്ലൊരു കൺവിക്ഷൻ ഉള്ളതുകൊണ്ടും പ്രോപ്പർലി ഒരു മൊമെൻറ്റം ചെയ്യുമെന്നും തോന്നിയതുകൊണ്ടാണ് ഞാൻ 175 ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയത്. ഇപ്പോൾ ചെറിയൊരു ലോസ്, ഒരു 3000 വരെ ലോസ് റൺ ചെയ്തായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ മേളിലേക്ക് പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടായാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് കൊടുത്തേക്കാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് അതിന് മേളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ സേഫായി, ഇനിയിപ്പോൾ ഹിറ്റ് ചെയ്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഒരു 62 പോയിൻ്റ് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 54,600 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്, 175 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയത് 135.45 നല്ലൊരു ട്രേഡാണെന്ന് വിചാരിക്കുന്നു. കാരണം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടാണ് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൽ കുറേ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയും ബയേഴ്സ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മേളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നും വിചാരിച്ച് ഒരുപാട് പേര് ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സി പി ആറിനെ പ്ലോട്ട് ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ സി പി ആർ ബേസ്ഡ് ട്രേഡ് എടുക്കാറില്ല, പക്ഷേ എന്നാലും സി പി ആറിനെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും സി പി ആറിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. രാവിലെ തൊട്ടേ കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം, അതിൻ്റെ ശേഷം സി പി ആറിൻ്റെ അകത്തൊരു ബ്രേക്കൗട്ട്, സി പി ആറിൻ്റെ ബ്രേക്കൗട്ടിന് ശേഷം വന്ന് റീടെസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരുപാട് ബയേഴ്സ് ഇവിടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ടാവും. സോ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് താഴത്തായിരിക്കും. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ മാർക്കറ്റ് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോൾ ഒരു 127, ഒരു 35 നമുക്ക് എൻട്രി കിട്ടിയത്. ഇപ്പോൾ ഒരു 126, 127 റേഞ്ചിൽ ഏകദേശം ഒരു 1500, 1600 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് മാർക്കറ്റിൻ്റെ ഇന്നിപ്പോൾ ഒരു ഫ്രഷ് മൺഡേ ആണ്. സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. മാർക്കറ്റിൻ്റെ ഇനിയിപ്പോൾ അതൊരു ഗ്രീനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഗ്രീനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഇനി അതല്ല, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് റെഡിയാണ്. നമ്മൾ ഒരു ട്രേഡും കൂടെ നോക്കും. പ്രോഫിറ്റാണ് ഈ പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം എത്ര ട്രേഡുകൾ എടുക്കും, എങ്ങനെയാണ് ട്രേഡിനെ മാനേജ് ചെയ്യുന്നത്. ഞാൻ പ്രോപ്പർലി ഇപ്പോൾ ഒരു 2 ട്രേഡാണ് ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് എടുത്തു വരുന്നത്. ഏതെങ്കിലും ഒരു 2 ടൈപ്പ് ഓഫ് സെറ്റപ്പ് ഞാൻ ഫോം ചെയ്യുന്നത് വെയിറ്റ് ചെയ്യും. ആ ഒരു സെറ്റപ്പ് ഫോം ആയി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സെറ്റപ്പിൽ ട്രേഡ് എടുക്കും. ഇപ്പോൾ ഒരു ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ട്രേഡ് എടുക്കും. ആ ട്രേഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അന്ന് സിസ്റ്റം ക്ലോസ് ആയിരിക്കും. അത് നിങ്ങളും കൂടെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും, മാർക്കറ്റിൽ ഫുൾ ടൈം ഇരിക്കാതെ. ഇനി ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രേഡ് ഞാൻ പിന്നെ മാർക്കറ്റിൽ നോക്കാറേ ഇല്ല. കാരണം നമ്മൾക്ക് കിട്ടിയ പ്രോഫിറ്റും കൂടെ നമ്മൾ കളയേണ്ട കാര്യമില്ല. സോ ചിലപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് കാണിച്ച് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ മേളിൽ ക്ലോസ് ചെയ്താലും അതിനെ ഞാനൊരു പ്രോഫിറ്റായിട്ട് കാണാറില്ല. നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്ന ഏരിയയാണ് ഞാൻ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിച്ചത്. സോ ഇനിയിപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ ഒരു സെക്കൻഡ് ട്രേഡിനും വേണ്ടി പോകും. അങ്ങനെ മാക്സിമം 2 ട്രേഡ്സ് നിങ്ങളും 1 ട്രേഡാണ് ഏറ്റവും ബെറ്റർ. ഒരൊറ്റ ട്രേഡ് എടുക്കാൻ സാധിച്ചോ, അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ആ ഒരൊറ്റ ട്രേഡിൽ ട്രേഡ് എടുത്ത് ബുക്ക് ചെയ്യാൻ സാധിച്ചോ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സമയത്തിൻ്റെ അനുസരിച്ചും സമയത്തിൻ്റെ അവൈലബിലിറ്റിയും എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇച്ചിരി തിരക്കാണെങ്കിൽ നമ്മൾ മാക്സിമം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യും. കാരണം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളുടെ സൈക്കോളജി വേറെ ആയിരിക്കും. നമ്മൾ അവിടെയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇപ്പുറത്തും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സൈക്കോളജി തന്നെ അവിടെ ഭയങ്കര മോശം വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കേസ് കെട്ടുകളിൽ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിരിക്കത്തില്ല. നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് ട്രേഡിൽ ഇറങ്ങിയേക്കും, കുറച്ച് ബിസി ആണെന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ അങ്ങനെയും കൂടെ നോക്കണം. ഇപ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡർ ആണെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂ. ഇനിയിപ്പോൾ ഫുൾ ടൈം ട്രേഡർ ആണെങ്കിലും എൻ്റെ സജഷനാണ്, ഫുൾ ടൈം ട്രേഡർ ആണെങ്കിൽ കൂടെ നിങ്ങൾ ഫുൾ മാർക്കറ്റിനെ എല്ലാ മൊമെൻറ്റവും മാർക്കറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ ഇരിക്കരുത്. കാരണം എല്ലാ മൊമെൻറ്റവും ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ നിങ്ങൾ മാർക്കറ്റിൽ ഫുൾ ടൈം ട്രേഡർ ആണെങ്കിൽ കൂടെ നിങ്ങളൊരു പർട്ടിക്കുലർ ടൈം വയ്ക്കുക, 9 to 10 അല്ലെങ്കിൽ 10 to 11, 11 to 12, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ട്രേഡ് വരുമ്പോൾ എടുക്കുക. മാക്സിമം 2 ട്രേഡ്, മാക്സിമം 3 ട്രേഡ്. 1 ട്രേഡ് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്.
ആ ഒരു ട്രേഡ് കൊണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ആ മാർക്കറ്റ് എന്ത് തരുന്നു അത് മേടിച്ച് വെളിയിൽ ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1000 രൂപ 2000 രൂപ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം 1000 രൂപ 2000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാൽ അത് കുറവാണെന്ന് പറയരുത്. ഒരു 4000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്കൊരു കാര്യം ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ. നമുക്ക് എത്രയാണോ നമുക്ക് 1000 രൂപയാണെങ്കിൽ കൂടെ അത് നല്ലൊരു, കാരണം നമ്മളൊരു സാധാരണക്കാരൻ ഇന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യുമ്പോൾ ഉള്ള ജോലിയുടെ പൈസയാണ് നമ്മൾ കുറച്ച് ടൈമിൽ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഇറങ്ങുക. ഏതായാലും ട്രേഡേഴ്സ് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് കൊടുത്തേക്കാം. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. 185 ഇപ്പോൾ ഒരു 165 അടുപ്പിച്ച് കാണിച്ചായിരുന്നു. ഒരു 4000+ പ്രോഫിറ്റ് റൺ ചെയ്താൽ തുടങ്ങിയായിരുന്നു. ഓക്കെ, എനിവൈസ് മാർക്കറ്റിൽ നല്ലൊരു മേളിൽ നിന്ന് തന്നെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ വേണമെങ്കിൽ നല്ലൊരു ഫോളാണ് മാർക്കറ്റിൽ വരുന്നത്. നമ്മളുടെ ഇത് സ്പോട്ടിൻ്റെ ചാർട്ടാണ്, അത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടും മറ്റേത് സ്പോട്ടിൻ്റെ ചാർട്ടുമാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ എപ്പോഴും ഞാൻ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാകുമ്പോഴത്തേക്കും പ്രോഫിറ്റാണോ ലോസാണോ, നമ്മളുടെ ടാർഗറ്റ് ഏരിയയും നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ എല്ലാം ഇതിൻ്റെ അകത്ത് ഒരേ ടൈമിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്ലോട്ട് ചെയ്ത് കാണിക്കാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ളത്. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇനി സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യം വരത്തില്ല, കാരണം ഇത്രയും മൊമെൻറ്റം ചെയ്തല്ലോ. നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസിന് വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ, സീനില്ല. ഏതായാലും നല്ലൊരു പ്രോഫിറ്റ് ഇപ്പോൾ ഒരു 4000 അടുപ്പിച്ച് 4000+ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു റിജക്ഷൻ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ഈ ഒരു ട്രേഡ് എടുത്ത വളരെ സിമ്പിൾ ലോജിക്കലാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഒരു ഡബിൾ ടോപ്പ് ഫോമായി, നിങ്ങളിപ്പോൾ ആ ചാർട്ട് എടുത്ത് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഡബിൾ ടോപ്പ് ഫോമായി, ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റിൽ ഒരു എൻട്രി എടുക്കുമായിരുന്നു. ആ ഒരു ഡബിൾ ടോപ്പിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് താഴത്തോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഡബിൾ ബോട്ടത്തെ ബ്രേക്ക് ചെയ്തു, താഴത്തോട്ട് വരാൻ തുടങ്ങി, വീണ്ടും തിരിച്ച് വന്ന് അതിനെ റീടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തു. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 5000+ 6000 വെരി ഗുഡ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്. ഇനി ഇവിടുന്ന് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് തിരിയാതിരുന്നാൽ മതിയായിരുന്നു. ഫ്രൈഡേയിലെ ട്രേഡ് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം ഓക്കെ വെരി ഗുഡ്. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം. ഫ്രൈഡേ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, എനിവേസ് ദാറ്റ് ഹാപ്പൻസ്. ഇപ്പം ഏതായാലും ഒരു 7400 7000 8000 8100 200 റൈറ്റ്. നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 8600 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് എടുത്തു, 15 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ടിൻ്റെ ഇതിൽ ഇനിയും എത്താനുണ്ട്, പക്ഷേ നമ്മളുടെ പ്രീമിയം വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക്